Hi everyone, Assalamu alaikum. This is Bichu Fahima here. Welcome back to another video. കറുമുറ തിന്നാൻ പറ്റിയ നല്ല ചുക്കപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതലായിട്ടും പ്രവാസികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്നാക്കാണ് ചുക്കപ്പം. അതുകൊണ്ട് തന്നെ ബേക്കറീസിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഫ്രഷ് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചുക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ മാവ് കളറിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണിത്. ഇതുപോലെ തിളച്ച് വന്നാൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരിപ്പൊടി ചേർക്കാൻ. വെള്ളം മെഷർ ചെയ്ത് സെയിം കപ്പിൽ 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണിത്. അരിപ്പൊടി ആഡ് ചെയ്താൽ ഒരു 30 സെക്കൻഡ് വരെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അതിനുശേഷം ഏതെങ്കിലും ഒരു സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് ഇതുപോലെ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളം പൊടിയിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇത് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും ചേർത്ത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ടാസ്ക്, ചുക്കപ്പ് ഉരുട്ടിയെടുക്കൽ. ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. ആദ്യമായിട്ടെല്ലാം ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ കുറച്ച് ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. വീട്ടിൽ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ നല്ല രസമാണ്. വർത്താനെല്ലാം പറഞ്ഞ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും. ഓരോരാളെ കംഫർട്ടബിൾ പോലെ ഉരുട്ടിയെടുക്കാം. ചെറിയൊരു മാവെടുത്ത് ബോളാക്കിയിട്ട് കൈൻ്റെ ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ചെറുത് നന്നായിട്ട് പ്രസ് ചെയ്താലാണ് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ചുക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കുഴച്ചെടുത്തോണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ഇനി കടായിലേക്ക് ഓയിൽ നന്നായിട്ട് ചൂടായാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുട്ടി വെച്ച ചുക്കപ്പം കുറച്ച് കുറച്ചായിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഓയിലിലേക്ക് ഇട്ടാൽ ഇതുപോലെ മുങ്ങിക്കിടക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഇളക്കി കൊടുക്കൊന്നും ചെയ്യരുത്. ഇതുപോലെ പൊങ്ങി വന്നാൽ എല്ലാ ഭാഗവും തട്ടിക്കൊടുത്ത് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇട്ടാൽ മതി. ചിലപ്പോൾ ഓയിൽ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒറ്റ ബാച്ചിൽ കുറേ അധികം ഒന്നിച്ചിടാതെയും ശ്രദ്ധിക്കണം. ഈ ഒരു കളറായാലും ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. പുറത്തെടുത്താലും ആ ഒരു ചൂടിൽ കുറച്ചും കൂടി കളർ ചേഞ്ച് ആവും. അപ്പോൾ ചുക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.